ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയാണ്. നമ്മൾ പല ആൾക്കാരും ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ്. സാലറി ഉള്ളവർ, സാലറി ഇല്ലാത്തവർ, സിബിലുള്ളവർ, സിബിലില്ലാത്തവർ, നെഗറ്റീവ് ഏരിയയിൽ താമസിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് ലോൺ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ചില സമയത്ത് ചില എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് ലോൺ കിട്ടും, എലിജിബിലിറ്റി ഉള്ളവർക്ക് ലോൺ കിട്ടില്ല, റിജക്റ്റ് ആകും. പല കാരണങ്ങളാണ്. അതും എന്താ പറയുക, ഇത് നമുക്ക് ചില സമയങ്ങളിൽ സിബിലിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്, നെഗറ്റീവ് ഏരിയ കൊണ്ടാണ്, അല്ലെങ്കിൽ ബാങ്കിങ് കൊണ്ടാണ് റിജക്റ്റ് ആകുന്നതെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഏതെങ്കിലും രണ്ട് സുഹൃത്തുക്കളിൽ ഏതെങ്കിലും ലോൺ അപ്ലൈ ചെയ്യുക, ഏതെങ്കിലും ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാൻ പോകണമെങ്കിൽ എലിജിബിലിറ്റി ഇല്ലാത്ത നിങ്ങളുടെ സുഹൃത്തിന് ലോൺ കിട്ടും, എലിജിബിലിറ്റി ഉള്ള നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കിട്ടണം നമുക്കറിയാവുന്ന ഒരു ആപ്പ് തന്നെയാണ്. എനിക്ക് ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, സാർ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ അപ്ലൈ ചെയ്തു, പുള്ളിക്ക് -1 സിവിൽ സ്കോറാണ്, അല്ലെങ്കിൽ സിവിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, സിവിൽ എനിക്ക് കൂടുതലാണ്, അവന് കുറവാണ്, പക്ഷേ അവന് കിട്ടി, അവന് 1,50,000 25,000 കിട്ടി, എനിക്ക് 5,000 രൂപ പോലും കിട്ടുന്നില്ല, എന്താണ് കാരണം? അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊരു നമുക്ക് കാരണം പ്രത്യേകിച്ച് ഈ നമ്മുടെ NBFC RBI അപ്രൂവ്ഡ് NBFCയിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു മെസ്സേജ് അയക്കുകയുള്ളൂ, നിങ്ങൾക്കിപ്പോൾ ലോൺ കിട്ടില്ല, 6 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ ചെക്ക് ചെയ്ത് നോക്കാൻ മെസ്സേജ് അയക്കുകയുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ അല്ലെങ്കിൽ മൂലകാരണമെന്ന് ഒരു ആപ്പ് നമ്മുടെ അടുത്ത് പറയില്ല. ചിലപ്പോൾ അവരുടെ ബാങ്കിങ് വെച്ചുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മളൊരാൾ സാലറി ഉള്ള ഒരാൾ അപ്ലൈ ചെയ്യുന്നതും ഒരു ബിസിനസ് നടത്തുന്ന ആൾ അപ്ലൈ ചെയ്യുന്നതും രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ചിലപ്പോൾ ബിസിനസ് നടത്തുന്ന ആളിന് നല്ല ട്രാൻസാക്ഷൻ കാണാം. ഓക്കെ, ഡെയിലി ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മാസം 3 ലക്ഷം 4 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ കാണാം. ഒരു സാലറി 25,000-30,000 സാലറി മേടിക്കുന്ന ആൾക്ക് അത്ര ട്രാൻസാക്ഷൻ കാണില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എലിജിബിലിറ്റി വെച്ചായിരിക്കും ഈ ആപ്പ് അല്ലെങ്കിൽ NBFC നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ 2 സുഹൃത്തുക്കൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ പറയുന്നത്, ഫ്രീലാൻസായിട്ട് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് 1,00,000 രൂപ കിട്ടി, എനിക്ക് 5,000 രൂപ പോലും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ട്രൂ ബാലൻസ് ആപ്പ്, നമ്മുടെ ട്രൂ ബാലൻസ് ആപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ട്രൂ ബാലൻസ് ആപ്പ് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, സിബിലിൽ കാര്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിങ്ങും മറ്റ് കാര്യങ്ങളും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ആപ്പ്, അതിനുശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും എന്താ പറയുന്നത്, സാലറി അല്ല സെൽഫ് എംപ്ലോയിഡ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക, നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ എപ്പോൾ ചെയ്താൽ നിങ്ങൾ സാലറി ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക. സാലറി മോഡ് ഓൺലൈൻ എന്ന് തന്നെ കൊടുക്കുക, അല്ലാതെ നിങ്ങൾ ചെക്കാണോ ക്യാഷാണോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കിട്ടില്ല. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. അപ്പോൾ ട്രൂ ബാലൻസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ആൾക്കാർക്കെല്ലാം അറിയാം, പുതിയ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ട്രൂ ബാലൻസിൽ നിന്ന് എനിക്ക് പോലും മാക്സിമം എമൗണ്ട് കിട്ടിയിരിക്കുന്നത് 50,000 രൂപയാണ്. കാരണം എനിക്ക് അത്യാവശ്യം ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, എന്നാലും ഇത്രയും രൂപയാണ് അവർ മാക്സിമം തന്നിരിക്കുന്നത്. അതും 6ഉം 7ഉം തവണ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും എമൗണ്ട് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ട്രൂ ബാലൻസിൽ നിന്ന് നമ്മുടെ ചാനലിൽ നിന്ന് ഏകദേശം 20 CR ലോൺ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു കണക്കാണ് കേട്ടോ, ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം. ഓക്കെ, 20 CR നമ്മുടെ ചാനലിൽ നിന്ന് മാത്രം തന്നെ ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അവർ എത്ര ശതമാനം ലോൺ ഓൾ ഇന്ത്യയിൽ കൊടുത്തു കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം വളരെ നല്ല അപ്രൂവൽ റേറ്റ് തരുന്ന നമുക്ക് ടോപ്പ് 1 ഒരു ആപ്പ് തന്നെ പറയാം ട്രൂ ബാലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ചും ട്രൂ ബാലൻസ് ആയിരിക്കും ഏകദേശം ഫസ്റ്റിൽ നിൽക്കുന്നത്. ഇൻട്രസ്റ്റ് അധികമില്ല എന്ന് നമുക്ക് പറയാം, അധികമെന്നല്ല, അപ്പോൾ അവരായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ആപ്പാണ് ട്രൂ ബാലൻസ്, നമുക്ക് നിശേഷം പറയാം. ഓക്കെ, പിന്നെ ചില ആൾക്കാർ ചോദിച്ചു, നമുക്ക് സിബിലും സാലറി ഇല്ലാതെ ഫസ്റ്റ് കൂടുതൽ എമൗണ്ട് തരുന്ന ആപ്പ് ഏതെന്ന് ചോദിച്ചു. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, റുപ്പി റെഡി. അതായത് നിങ്ങൾക്ക് സിബിലും കാര്യങ്ങളും ഇല്ലാതെ ഫസ്റ്റിലെ ഒരു 25,000 രൂപ വരെ തരും. 25,000 രൂപ തരുമെന്നെങ്കിലും 25,000 രൂപ തരുമെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വെറും 19 സംതിങ് നമ്മുടെ കയ്യിൽ കിട്ടിയുള്ളൂ. നല്ല ഇൻട്രസ്റ്റ് ആണ്. അടുത്തത് സെക്കൻഡ് വരുന്നത് റാം ഫിൻകോക്കും സിബിലില്ലാത്തവർക്കും അതുപോലെ തന്നെ സാലറി ഇല്ലാത്തവർക്കും ഫസ്റ്റിൽ നല്ല എമൗണ്ട് കൊടുക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് NBFC ആണ്. റാം ഫിൻകോപ്പും നല്ല ഇൻട്രസ്റ്റ് ആണ്. നോക്കുന്നവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുകയുള്ളൂ. നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് മാത്രം പറയുന്നത്, കാരണം ഒരുപാട് പേര് ഇപ്പോൾ പൈസയുടെ ആവശ്യമായിട്ട് നമുക്ക് പല എമർജൻസി ആണല്ലോ വരുന്നത്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ എമർജൻസി വരുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളും നോക്കാതെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് വരികയാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള NBFC നിങ്ങൾ യൂസ് ചെയ്യുക.
പിന്നെ നമ്മളിതിന് മുമ്പൊരു കോമ്പറ്റീഷൻ റൺ ചെയ്യാമെന്ന് വിചാരിച്ചു, റൺ ചെയ്തു. പക്ഷേ അതിൽ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ 14-ാം തീയതി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഏകദേശം 50ഓളം ആൾക്കാർ മാത്രമാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ആൾക്കാരത് കുറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്പോൾ പുതിയ തരത്തിലുള്ളൊരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ട്രാഫിക് ചെല്ലാൻ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം വരും. അതിൻ്റെ കൂടെ ഒരു ലിങ്കും കൂടെ, ഒരു APK കൂടി വരും. അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഹാക്കായി നമ്മുടെ ക്യാഷ് പോകുമെന്ന് കുറച്ച് പേര് എന്നോട് റിപ്പോർട്ട് ചെയ്തു. 1-2 പേരല്ല, ഒരു 10-17 പേര് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ അതും നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. പേര് സന്തോഷ്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്. ഈ 2 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി പരിവാഹന്റെ, അതായത് നമ്മുടെ വാഹനത്തിന്റെ ട്രാഫിക് വയലേഷന്റെ പെറ്റ് എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിവാഹന്റെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ MVDയുടെ സൈറ്റിൽ നിന്ന് നമ്മുടെ SMS വഴിയാണ് മെസ്സേജസ് വരുന്നത്. വാട്സപ്പ് വഴിയുള്ള മെസ്സേജിന്റെ കൂടെ ഒരു APK, ഒരു ആപ്ലിക്കേഷനും കൂടി, ഒരു ഫയലും കൂടി അയക്കാറുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഫോണിൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ, അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട്. അങ്ങനെ 12,000 രൂപ മുതൽ 1,70,000 രൂപ വരെ പോയിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത 6 കേസുകളിലായിട്ട്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം, നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിന്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു. അപ്പോൾ എല്ലാവരും കേട്ടോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ, സന്ദേശങ്ങൾ ഒന്ന് ക്ലിയറായിട്ട് കേൾക്കുക, അതേപോലെ പ്രവർത്തിക്കുക. കാരണം പരിവാഹൻ്റെ പേരിൽ ഓരോ ദിവസവും പുതിയ തട്ടിപ്പുകാർ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന മെസ്സേജ് എല്ലാം നിങ്ങളൊന്ന് നെഗ്ലക്റ്റ് ചെയ്ത് കളയുക. ആരും ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അങ്ങോട്ട് ക്യാഷ് ചോദിച്ച് എത്ര ലോൺ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. ക്യാഷ് പോകും. കാരണം ഒരു ടീം, അത് കേരളത്തിലുള്ളവരാണ്, ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ പൈസ ചോദിക്കുന്ന സമയത്ത് ആദ്യം GST വേണമെന്ന് പറയും, 5,000 രൂപ കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് വേറെ എന്തോ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ചോദിക്കും, 10 രൂപ വേണമെന്ന് പറയും, അതും കൊടുക്കും. അവസാനം അവരെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, വിളിച്ചാലും കിട്ടില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് പൈസ പോയിട്ടുണ്ട്. അവർ പല രീതിയിലാണ് ഇറങ്ങുന്നത്. അവർ ഒരു ഒരു എഡിറ്റ് ചെയ്ത ഒരു ഫയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ EMI കാര്യങ്ങൾ, നമ്മളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി EMI ഇത്രയാണെന്നൊക്കെ പറഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെയൊന്നും ആരും മുൻകൂട്ടി പൈസ കൊടുക്കരുത്. കേരളത്തിലെ RBI അല്ലെങ്കിൽ ഇന്ത്യയിലെ RBI രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബാങ്ക് പോലും മുൻകൂട്ടി പൈസ അങ്ങോട്ട് മേടിക്കാറില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പേർക്ക്, കാരണം അവർക്ക് ആ രീതിയിലാണ് കൺവിൻസ് ചെയ്യുന്നത്, കൺവിൻസിങ് പവർ. അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളിൽ നിന്നും 7 ലക്ഷം രൂപ ഒരു തട്ടിപ്പുകാരൻ വളരെ വിദഗ്ധമായിട്ട് തട്ടിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളും എല്ലാം, അതിൻ്റെ കേസപ്പ് നടക്കുകയാണ്. ആ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ട്രൂ ബാലൻസിൻ്റെ ഈ ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ 2 പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ തട്ടിപ്പിൻ്റെ യുഗമാണ്. ആരും തട്ടിപ്പിൽ പോയി വീഴരുത്. പ്രത്യേകിച്ച് ഈ ചാനൽ കാണുന്നവരെങ്കിലും അങ്ങനെ തട്ടിപ്പിൽ പോയി വീഴാതിരിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കൊണ്ട് യാതൊരു ഉപയോഗമില്ലാതായി പോകും. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.